അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനകൾ റബ്ബിനോട്. ഇതല്ലേ പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസ്സലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞ ഒരേ ഒരു വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും പ്രധാനമായി കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ഏറ്റവും സുപ്രധാനമായ തൗഹീദിന്റെ വചനം. എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിച്ചത്? അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക് എന്നുള്ളത്. റബ്ബല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകൾ വഴിമാറുക എന്നുള്ളത്, റബ്ബല്ലാത്തവരിലേക്ക് നേർച്ചകൾ അർപ്പിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്. അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകം തന്നെ, അവന്റെ സങ്കേതം നരകം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സ്വർഗ്ഗം ഹറാം എന്ന് പറഞ്ഞ ഒരേ ഒരു ഗൗരവമായ തിന്മയാണ് റബ്ബല്ലാത്തവരിലേക്ക് ആരാധനകൾ വഴിമാറിപ്പോവുക എന്നുള്ളത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആരെങ്കിലും റബ്ബിൽ പങ്കുചേർക്കുന്നവനാണെങ്കിൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അത് പൊറുക്കാത്ത പാപവും തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗൗരവത്തിൽ ഇത് പഠിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. അവൻ പാദരക്ഷകൾ എങ്ങനെയാ ധരിക്കേണ്ടത്, ആദ്യം ഏതുകാലാ ധരിക്കേണ്ടത്, ടോയ്ലറ്റിലേക്ക് എങ്ങനെയാ പ്രവേശിക്കേണ്ടത്, എങ്ങനെയാ പുറത്തു വരേണ്ടത്, എങ്ങനെയാ വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാ കിടക്കപ്പായിൽ പോയി കിടക്കേണ്ടത്, എങ്ങനെയാ ഉണരേണ്ടത് എന്ന് തുടങ്ങിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിമുടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അതിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. നാളെ നരകത്തിലേക്ക് മനുഷ്യരെ കൂട്ടം കൂട്ടമായി നയിക്കുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നോ? ഈ നരകം പോലെയുള്ള ഇതുപോലെയുള്ള തീജ്വാലകളുടെ നരകം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് അതാ നാളെ പരലോകത്ത് ഇതുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ? ഉത്ബോധകന്മാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ?